തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ സുനാമി കോളനിയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ദുരിത ജീവിതത്തിൽ. സർക്കാർ നൽകിയ വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ച അവസ്ഥയിലാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കുള്ള തുക പോലും ലഭിക്കുന്നില്ല. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ഈ കാലവർഷം വന്നാൽ നമ്മുടെ തീരങ്ങളിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം. എത്രമാത്രം ദുരിതത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ എന്നറിയാം. ഓരോ ദിവസവും കഴിച്ചുകൂടാൻ പറ്റാത്തത്ര വിധം പ്രതിസന്ധിയിലേക്കാണ് അവർ പോവുക. വള്ളം എടുക്കാനാവില്ല, അല്ലെങ്കിൽ ബോട്ടെടുത്ത് മത്സ്യബന്ധനത്തിന് പോകാനാകില്ല. കടൽക്ഷോഭം എത്രമാത്രം അവരുടെ വീടുകളെ ബാധിക്കുന്നു എന്ന് നമുക്കറിയാം. ദൃശ്യങ്ങളൊക്കെ അത് വ്യക്തമാക്കുന്നതുമാണ്. ഇതിപ്പോൾ എന്താണ് അഞ്ചുതെങ്ങ് സുനാമി കോളനിയിലെ പാവങ്ങളുടെ അവസ്ഥ? കൃഷ്ണരാജ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം അഞ്ചുതെങ്ങിലാണ്. ഇവിടെ ഈ സുനാമി കോളനി എന്ന് പറയുമ്പോഴും അഞ്ചുതെങ്ങ് പ്രദേശത്തെ സുനാമി വളരെ കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടില്ല. 2017 വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നു. തീരപ്രദേശത്ത് വലിയൊരു തീപിടുത്തം ഉണ്ടാവുകയും അവർക്ക് ഈ തീപിടുത്തത്തിൽ ഒരുപാട് കുടുംബങ്ങൾക്ക്, ഏതാണ്ട് 94ഓളം കുടുംബങ്ങൾക്ക് വീടില്ലാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെ അവർ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായി തീരപ്രദേശവുമായി ചേർന്ന് അവർ ഈ കയ്യേറിയതിന് സമാനമായി തീരപ്രദേശത്തിൻ്റെ റോഡിൻ്റെ തീരങ്ങളിൽ താമസിക്കുകയായിരുന്നു. ആ സമയത്താണ് സുനാമി ഉണ്ടാകുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള കടൽ കയറ്റമൊക്കെ ഈ പ്രദേശത്തുണ്ടായി. ആ സമയത്ത് സുനാമി ഫണ്ടിൽ നിന്നും വക മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു കോളനി രൂപേണ ഏതാണ്ട് 94 വീടുകൾ 2018 സംസ്ഥാന സർക്കാർ നിർമ്മിച്ച് നൽകി. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീടുകൾ കാരണം ഒട്ടും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ വീടുകൾ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഏതാണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം ഒരു 15-ാം തീയതിയോട് കൂടിയാണ് തോന്നുന്നു ഞാൻ ഇവിടെ നിന്നൊരു വാർത്ത പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടുടമസ്ഥൻ്റെ ഈ ശരീരഭാഗത്തേക്ക് ഈ വീടിൻ്റെ കോൺക്രീറ്റ് പാളി ഇളകി വീണു. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ സുനാമി കോളനിയിലെ, അല്ലെങ്കിൽ സുനാമി ബാധിത പ്രദേശത്തെ ഈ കോളനിയിൽ ഇത്തരത്തിൽ വീടുകളുടെയൊക്കെ ശോചനീയാവസ്ഥയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നേർദൃശ്യങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് കയറണം. അന്ന് എന്താണ് ഉണ്ടായത് ചാച്ചാ? വീട്ടിന് ഈ പാളി ഇളകി വീണപ്പോൾ എന്താ ഉണ്ടായത്? പാളി ഇളക്കി എൻ്റെ ശരീരത്തൊക്കെ ഒന്ന് വീണു, ഭാര്യയാണ് ഒന്ന് വീണു. അദ്ദേഹത്തിന് കൈയും കാലുമൊക്കെ ഒടിഞ്ഞു. പിന്നെ ആശുപത്രിയിലൊക്കെ ആയി. പിന്നെ അത് നോക്കാൻ ഒന്നും ആരും ഇല്ലായിരുന്നു നമുക്ക്. ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ വീട്ടിനകത്തുണ്ടായിരുന്നുള്ളൂ. പാളികളായി വീഴായിരുന്നു. 15 വർഷമായി. ഈ സർക്കാർ ഈ വീട് തന്നതിന് ശേഷം മെയിൻ്റനൻസിന് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു? 50,000 രൂപ തന്നായിരുന്നു. തന്ന് രണ്ടാമത് അത് കൊത്തി ഇളക്കി വീണ്ടും കോൺട്രാക്ട് ചെയ്ത്, എന്നിട്ടും ഒരു രക്ഷയില്ല. പിന്നെ പാതിയൊക്കെ കെട്ടി 50,000 രൂപ പിന്നെ അങ്ങനെ അങ്ങ് തീർന്നത്. അതിലൊന്നും മിച്ചം പിടിക്കാൻ പറ്റിയില്ല. എങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. കാരണം ഒരു സർക്കാർ ധനസഹായത്തിൽ നൽകിയ ഒരു വീടാണ്. ഈ ദൃശ്യത്തിൽ കാണുന്ന കോൺക്രീറ്റ് പാളിയാണ് ഇവിടെ കിടക്കുകയായിരുന്ന ഈ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് വന്ന് വീഴുകയും അവർക്ക് കാര്യമായിട്ടുള്ള പരിക്കുകൾ പറ്റുകയും ചെയ്തു. അതെല്ലാ മാധ്യമങ്ങളും പിന്നെ ചർച്ച ചെയ്തും വാർത്തയാക്കിയതുമാണ്. അതിൽ ഏറ്റവും ശോചനീയമായ അവസ്ഥ നമുക്ക് മറ്റൊരു മുറിയിലേക്ക് കയറി കാണിക്കാം എന്നുള്ളതാണ്. ഇവിടുത്തെ അവസ്ഥ അതിനേക്കാളും പരിതാപകരമാണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വീടിൻ്റെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് പൂർണ്ണമായും ഇളകി തറയിലേക്ക് വീണ അവസ്ഥ, അല്ലെങ്കിൽ പൂർണ്ണമായി ഇളകി വീണ അവസ്ഥയാണ്. ഇത് ഇവിടുത്തെ ഒരു വീടിൻ്റെ അവസ്ഥയല്ല. ഏതാണ്ട് 94 വീടുകൾ ഈ സുനാമി കോളനി പ്രദേശത്തുണ്ട്. ഈ 94 വീടുകളുടെയും അവസ്ഥ ഇതേ രീതി തന്നെയാണ്. ഇവിടുന്ന് ചില ആളുകളൊക്കെ ഈ വീട് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. കാരണം ഈ തീരത്തിൻ്റെ 2 വരികളിലായിട്ടാണ് ഇവർ താമസിക്കുന്നത്. അതിരൂക്ഷമായിട്ടുള്ള തീരശോഷണവും കടലാക്രമണവും ഒരു ജനതയെ ഈ തീരപ്രദേശത്ത് നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 6 വരിയോളം വീടുണ്ടായിരുന്നിടത്ത് ഇപ്പോഴത് 2 വരി വീടുകൾ മാത്രമാണ്. ആ 2 വരി വീടിൻ്റെ ഒരു വരിയാണ് ഞാൻ പറഞ്ഞ ഈ 94ഓളം വരുന്ന വീടുകൾ. ഈ വീടിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടുന്ന് ഭൂരിഭാഗം ആൾക്കാരൊക്കെ മാറിപ്പോവുകയാണ്. ഒരു ജനത അവർ ജീവിച്ചിരുന്ന ആവാസ വ്യവസ്ഥയിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുന്ന ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ്. ഏതാണ്ട് 94 വീടുകളുണ്ടായിരുന്നിട്ടും ഈ 94 വീടുകളിൽ ഭൂരിഭാഗം ആളുകളും ഉപേക്ഷിച്ച് മറ്റെവിടേക്കോ പോവേണ്ട അവസ്ഥ, അവരുടെ ജീവിതോപാധി തേടി പോകേണ്ട അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീടുണ്ട്. ആ വീട്ടിൽ ആൾതാമസം പോലുമില്ല. കാരണം സുരക്ഷിതമായിട്ട് കുട്ടികളെയും അല്ലെങ്കിൽ വയസ്സായവരെയൊക്കെ ആയിട്ട്
സുരക്ഷിതമായിട്ട് ഇവിടങ്ങളിൽ കിടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. പലതവണ ജില്ലാ കളക്ടറെ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരും പഞ്ചായത്ത് തദ്ദേശ അധികൃതരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവർക്ക് ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇവർക്ക് ഈ വീടുകൾക്ക് അല്ലെങ്കിൽ ഇതിന് ബദലായിട്ട് മറ്റു വീടുകൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുകയല്ലാതെ ഇതൊന്നും കാര്യക്ഷമമായിട്ട് നടത്താൻ സർക്കാരിനോ തദ്ദേശ തലങ്ങൾക്കോ സാധിച്ചിട്ടില്ല. അമ്മ ഇവിടെ താമസിക്കുകയാണ്. എന്താണ് ഈ വീടുകളുടെ അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് അധികാരികൾ പറയുന്നത്? അവർ പറയുന്നതെന്ന് ഇങ്ങനെയെന്ന് വെച്ചാൽ മക്കളെ, നമുക്ക് 2007 ഒരു തീപിടുത്തം ഉണ്ടായത്. ഈ 2007 തീപിടുത്തം ഉണ്ടായിരുന്നപ്പോൾ എല്ലാം നശിച്ചു പോയി. അവസാനം നമുക്ക് ഏറെ കിടക്കാൻ പാർപ്പിടമില്ലായിരുന്നു. 4 വർഷം വരെ നമ്മൾ മരുഭൂമിയിൽ കൊണ്ടിട്ടേക്കുന്നതാണ് അവർ കൊണ്ടിട്ടുന്നത്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഷെഡ് കെട്ടിയിട്ട് തന്നു. അവിടെയാണെന്ന് വെച്ചാൽ ഷെഡെന്ന് വെച്ചാൽ തുറമുഖം പോലെ എല്ലാവരും ആ ഒരു വീട്ടിനകത്ത് തന്നെ നമ്മൾ 4-5 കുടുംബങ്ങളുണ്ട്. അങ്ങനെ ഇപ്പം നമുക്ക് അവിടെ മരുഭൂമിയിൽ കിടക്കുന്നതിനേക്കാൾ കഷ്ടമായിരുന്നു. അതിനുശേഷം നമുക്ക് 2,84,000 രൂപ നമുക്ക് അനുവദിച്ചു. മൊത്തം ഒരു വീട് വെക്കാനായിട്ട് 2,84,000 രൂപ 82,000 രൂപ അവർ അനുവദിച്ചു. ഈ കണ്ട കാശിൻ പ്രകാരമാണ് അവർ ഈ വീട് വെച്ച്. നമുക്ക് 2 വർഷം പോലും തികച്ച് നമ്മൾ ആ ഭവനത്തിൽ കിടന്നിട്ടില്ല. സ്വസ്ഥതയില്ല. ഇന്ന് നിങ്ങൾ വന്നപ്പോൾ കണ്ടല്ലോ, നമ്മൾ അടുത്ത വീട്ടിലൊക്കെയാണ് കിടന്ന് അന്തി ഉറങ്ങുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് തകർന്നൊക്കെയാണ് ഇരിക്കുന്നത്. ഇവർക്കടുത്ത് നമ്മൾ പറയുമ്പോഴത്തെ തന്നെ എൻ്റെ വീട് തന്നെ ഇടിഞ്ഞ് വീണിട്ട് ഒരു 6-7 മാസമായി. അവർ ഇനി കിടന്ന് കറക്കിക്കാനുള്ള ഒരു വഴിയില്ല. അത്രയ്ക്കുള്ള ഇതിൽ അവർ പഞ്ചായത്ത് പോകണം, വില്ലേജിൽ പോകണം. അവിടെ നിന്നൊക്കെ വാങ്ങിച്ചൊക്കെ കൊണ്ടു കൊടുത്തിട്ട് പോലും അവരാരും വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. വരുന്ന സമയത്ത് ഇതുപോലെ അപകടത്തിൽ കിടക്കുകയാണ്, ഓടി വരണം എന്ന് പറയും നിങ്ങൾ വില്ലേജിൽ പോകണം. വില്ലേജിൽ പോകുമ്പോഴത്തെ അവിടെ നിന്നൊരു ഫോം വരും, അതുകൊണ്ട് പഞ്ചായത്തിൽ കൊടുക്കണം. പഞ്ചായത്തിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും പറയും ശരി നിങ്ങൾ പോയാലും ഞങ്ങൾ വരാം. ശരി, അവർ വന്ന് അന്ന് നോക്കിയിട്ട് പോകുന്നതല്ലാതെ അവർ മറുപടി ഏതാണെന്ന് തിരക്കിയിട്ടില്ല. 8 വർഷത്തിന് മുമ്പ് നമുക്കൊരു 50,000 രൂപ അവർ മെയിൻ്റനൻസിനെന്നും പറഞ്ഞ് നമുക്ക് അനുവദിച്ചു. ഈ 50,000 രൂപ തന്നതല്ലാതെ ഈ നിമിഷം വരെ നമ്മൾക്ക് ഒരു രക്ഷയും ഒരു ഇതിൽ നമ്മൾ കാണുന്നില്ല. ഇന്ന് തന്നെ നിങ്ങൾ ഇപ്പം കണ്ടല്ലോ മക്കളെ, നമ്മൾ അടുത്ത വീട്ടിലൊക്കെയാണ് അന്തി ഉറങ്ങുന്നത്. അത്രയ്ക്ക് സാഹചര്യത്തിലാണ് നമ്മൾ ഈ കടലോരത്ത് കിടന്നപ്പോഴത്തേക്ക് കടപ്പുറ ഏരിയയിൽ കിടന്നപ്പോൾ നമുക്ക് 1-നും 2-നും ഇടയിലേറ്റിൽ പോകാനുള്ള സൗകര്യമെങ്കിലും ഉണ്ട് കടപ്പുറത്തെങ്കിലും. ഇവിടെ വന്നിട്ട് അതുപോലെ ഇല്ല നമുക്ക്. അത് വരെ തടസ്സപ്പെട്ടാണ് വെള്ളം വന്ന മക്കൾ. ഇന്ന് വന്ന ഈ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വരേണ്ട സാഹചര്യം ആയിരുന്നു. വന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ ഈ സുനാമി ഫണ്ടിലായിട്ട് കിടക്കുന്നവരെ നിങ്ങൾക്ക് ഒറിജിനൽ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങിയാണ് മക്കളെ കിടക്കുന്നത്. ഇത് ഞങ്ങളെല്ലാം പല ഘട്ടത്തിൽ ഞങ്ങൾ വിളിച്ച് അവർക്കടുത്ത് പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ മനുഷ്യരല്ലേ കിടക്കുന്നത്? ഞങ്ങൾ മനുഷ്യരാണല്ലോ. ഇതിൽ എത്ര കുഞ്ഞു കുട്ടികളുണ്ടെന്നറിയാമോ? എൻ്റെ വീട് ഇടിഞ്ഞപ്പോൾ തന്നെ ഒരു കൊച്ചിന് ഞങ്ങൾ മൊത്തം അവിടെ 14 അംഗങ്ങളുണ്ട് ഈ ഒരു വീട്ടിന്. ഈ വീട് ഇടിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പല തത്തിക്കായിട്ട് എല്ലാവരും പോയി. ഇപ്പോഴുണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛനും അമ്മയും ഒരു മോനും മാത്രമുണ്ട്. ഞങ്ങൾ എങ്ങനെ സുരക്ഷിത ഞങ്ങൾ ഉറപ്പിച്ച് ഞങ്ങൾ ഈ ഭവനത്തിനകത്ത് കിടക്കും? നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പലവട്ടം ഞങ്ങൾ മുട്ടിയിട്ടുണ്ട്. അവരാരും തുറക്കുന്നില്ല. അവരാരും അത് വന്ന് എന്താണെന്ന് കേൾക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? നിങ്ങൾ ഈ കണ്ട നാട്ടിലൊക്കെ അവർക്ക് ഒരു അല്പം വന്നിട്ടുണ്ടെങ്കിൽ ഈ വയനാട്ടിലൊക്കെ വന്നല്ലോ, എന്തുമാത്രം കോടികൾ നിങ്ങൾ ചിലവാക്കി അവരെയൊക്കെ നിങ്ങൾ സംരക്ഷിക്കുന്നു. എന്തുകൊണ്ട് ഈ പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല? അപ്പം ഞങ്ങൾ മനുഷ്യരല്ലേ? ഒന്നും തേക്കട്ടെ, നിങ്ങൾ വോട്ട് വരുമ്പോഴത്തേക്ക് എടിയെന്ന് വിളിക്കാനുള്ളവർ അമ്മയെന്ന് വിളിക്കുന്നു, ചേച്ചിയെന്ന് വിളിക്കാനുള്ള കുമാരി എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നു. എന്തുകൊണ്ട് ഞങ്ങൾ പാവപ്പെട്ട നിങ്ങൾ പരിഹരിക്കുന്നില്ല? ഞങ്ങൾക്ക് ഇതൊന്ന് ഇപ്പം ഒരു രൂപ പറഞ്ഞ് നിങ്ങൾക്ക് 4 ലക്ഷം രൂപയുണ്ട്. എവിടെ നിന്നാണ് വീട് കെട്ടിത്തരാനായിട്ട്? ഈ 4 ലക്ഷം രൂപ പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ലൈഫ് പദ്ധതിയിൽ വീട് പറയുന്നില്ല. ഈ 4 ലക്ഷം രൂപ എന്ന ലൈഫ് പദ്ധതിയാണ്. അല്ല, ഈ വീട് മെയിൻ്റനൻസിന് വേണ്ടി ഈ 4 ലക്ഷം രൂപ തന്നാൽ ഇനി ഒരു കാരണവശാലും ഈ സുനാമി ഫണ്ടുകാർക്ക് 1 രൂപയും ഇല്ല. ഈ 4 ലക്ഷം രൂപ ഉണ്ടെന്ന് പറയും. ഇപ്പോഴും കേട്ട് വന്നപ്പോഴത്തേക്ക് അതിൽ 10 രൂപ പോലും നമുക്കില്ല. നമ്മൾ കേട്ടറിഞ്ഞ് വരുമ്പോഴത്തേക്കും പറയുകയാണ് സുനാമിക്കാർക്ക് വേണ്ടി. ഇതിപ്പോൾ നമ്മളെ ഇവിടെ പേരിട്ടിരിക്കുന്ന സുനാമി ഫണ്ടെന്നാണ്. സുനാമിക്കാർ, ഈ സുനാമിക്കാർക്ക് 1 രൂപ പോലും ഫണ്ടിലില്ല. അപ്പം നിങ്ങൾ എവിടെ നിന്ന് ഞങ്ങൾക്ക് 4 ലക്ഷം രൂപ എടുത്ത് തരും? ഞങ്ങളിത് മാത്രമേ ചോദിക്കുന്നുള്ളൂ മക്കളെ. ഞങ്ങളെല്ലാവരും വന്ന് മുട്ടുന്നു. 1 അല്ല 2 അല്ല 5 അല്ല, ഞങ്ങളെല്ലാവരും വന്ന് മുട്ടുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആ വാതിൽ തുറന്ന് തരുന്നില്ല? ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പരിഹരിക്കുന്നില്ല? നിങ്ങൾ മനുഷ്യരായിട്ട് കൂട്ടുന്നില്ലേ? ഞങ്ങൾ മനുഷ്യരാണല്ലോ. നമുക്ക് എവിടെയും കിടക്കാൻ രാത്രി ആകുമ്പോൾ നമുക്കൊന്ന് തല ചായ്ക്കണമല്ലോ. എവിടെ പോയി നമ്മൾ തല ചായ്ക്കും? ഞങ്ങൾ ഇന്ന് 6-7 മാസം കൊണ്ട് ഞങ്ങൾ അടുത്ത വീട്ടിലാണ് ഞാൻ അന്തി ഉറങ്ങുന്നത്. എനിക്ക് ഭയം മക്കളെ.
നമ്മളില്ലാത്ത പാവങ്ങളായിരുന്നാലും നമുക്ക് അന്തി ഉറങ്ങുന്നതിനാണ് ഒരു രാത്രി. ഇത് ഞങ്ങൾ അന്തി ഉറങ്ങാനും പോലും ഞങ്ങൾ വഴിയിൽ അത്രയ്ക്ക് ഇടിഞ്ഞു പൊടിഞ്ഞാണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും ഈ അമ്മയുടെ വീട് കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. ഞാൻ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളാണ്, നേരത്തെ കാണിച്ചതിന് പോലെ സമാനമായ ദൃശ്യങ്ങളാണ് ഈ കോമ്പൗണ്ടിനകത്തുള്ള 94 വീടുകൾ. ഈ 94 വീടുകളും കയറി ഇറങ്ങി ഞങ്ങൾ നേരിടുന്ന ദുരിതം ഇതാണ്, എന്താണ് ഞങ്ങളുടെ അവസ്ഥയെന്ന് ഇതിലും മനോഹരമായി, ഇതിലും കൃത്യമായി ഒരാൾക്ക് എങ്ങനെയാണ് പറഞ്ഞു വയ്ക്കാനാവുക? എത്ര കൃത്യമായാണ് അവർ ഓരോ കാര്യങ്ങളും അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും കൃഷ്ണരാജ്, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും അവരുടെ ദുരിതം അവർക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അമ്മ വളരെ വളരെ വ്യക്തതയോടുകൂടിയാണ് പറഞ്ഞത്. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഈ കോമ്പൗണ്ടിനകത്ത് താമസിക്കുന്നവർക്കുള്ളത്. നമ്മൾ ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഈ പൊഴി മൂടിക്കിടന്ന സമയത്ത് കയറിയ വെള്ളം, ആ വെള്ളത്തിന് തിരിച്ചിറങ്ങി പോകാൻ സാധിച്ചിട്ടില്ല. ആ വെള്ളം പലയിടങ്ങളിലായിട്ട് ഒരുപക്ഷെ ഒരു മുട്ടുകാൽ പൊക്കത്തിൽ വരെ കെട്ടിക്കിടക്കുന്നുണ്ട്. അതിൽ നിന്നും വരുന്ന രോഗങ്ങൾ, അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഒരു കുടുംബത്തിൽ താമസിക്കുന്നവരുടെ ദേഹത്തേക്ക് ആ വീടിൻ്റെ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്നു. ഇതൊക്കെ പലതവണ പല ഇടങ്ങളിലായിട്ട് പല ആളുകളോട് മുട്ടേണ്ട രീതിക്ക് അല്ലെങ്കിൽ സംസാരിക്കേണ്ട രീതിക്ക് സംസാരിച്ചിട്ടും ഇവരെ ഇപ്പോഴും സുനാമി ബാധിതരായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അവർക്ക് മറ്റ് മാർഗങ്ങൾ അല്ലെങ്കിൽ അവർക്ക് മറ്റ് സഹായങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ വീടുകൾ തുടങ്ങുന്നത്. ഈ വീടുകൾ തുടങ്ങിയ ശേഷം പിന്നീട് പോകുന്നത് റോഡ് വരെ, അതായത് പോലീസ് സ്റ്റേഷൻ വരെ അവസാനിക്കുന്നുണ്ട് ആ വീടുകൾ. പക്ഷേ ഈ വീടുകളിൽ ഒരു സ്ഥലങ്ങളിലുമായിട്ടും ഈ പറയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഈ അവർ ആവശ്യപ്പെട്ട രീതിയിലുള്ള ഒരു തരത്തിലുള്ള സൗകര്യങ്ങൾ നൽകിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇവർ താൽക്കാലികമായിട്ടാണെങ്കിലും ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട അവസ്ഥയാണ്. ആ വീടിൻ്റെ അവസ്ഥയൊക്കെ കാണാം. ഈ കോൺക്രീറ്റ് പാളികളൊക്കെ ഇളകി അതിനകത്തെ കമ്പി കഷ്ണങ്ങളൊക്കെ കാണുന്ന രീതിയിൽ ഒട്ടും സുരക്ഷിതമല്ല. ഒരു കുടുംബത്തിൽ ഏതാണ്ട് 4-5 ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് ഈ വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഈ കുടുംബങ്ങളെ ഇങ്ങോട്ട് മാറ്റി പാർപ്പിച്ച് പിന്നീട് സർക്കാർ ഒരു ഘട്ടത്തിൽ പോലും ആരെയും തിരിഞ്ഞു നോക്കുന്ന ഒരു കാര്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ ആരെയും പരിഗണിക്കുന്ന ഒരു കാര്യമുണ്ടായില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു വലിയ ദുരന്തം, തീപിടുത്തം പോലുള്ള വലിയ ദുരന്തം വന്നപ്പോൾ അവർക്ക് എങ്ങും പോയി കിടക്കാൻ ഇടമില്ലായിരുന്നു. അവരെ ഒരു കൂട്ടത്തോടെ കൊണ്ട് ഒരു ക്യാമ്പുകളിലേക്ക് കൊണ്ട് മാറ്റുന്നു. പിന്നീട് സുനാമി വരുന്ന സമയത്താണ് ഇവർക്ക് വേണ്ടി ആ സുനാമി ഫണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റി ഇത്തരത്തിലൊരു വീടുകൾ നിർമ്മിച്ച് നൽകുന്നത്. പക്ഷേ ആ നിർമ്മിച്ച് നൽകിയ വീടുകളുടെ അവസ്ഥ ഇതാണ്. 1ഉം 2ഉം വീട് വരെ. ഒരുപക്ഷെ നമ്മളൊരു ജനകീയ വിഷയമായിട്ട് ഈ മേഖലയെ തിരഞ്ഞെടുക്കുന്നത് 1ഉം 2ഉം വീടുകളിലല്ല ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത്. 94ഓളം വരുന്ന വീടുകളും ഇതേ പ്രശ്നം അനുഭവിക്കുന്നതാണ്. ഒരുപക്ഷെ ഒരു വീട് ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ, ഒരു വീട് പൊളിഞ്ഞു വീഴുകയാണെങ്കിൽ 4-5 ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു അപകടം, ആ അപകടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരന്തരം നമ്മൾ ഇവിടെ നിന്നൊക്കെ വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും സർക്കാർ സംവിധാനങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര നാളായി ഇവിടെ താമസിക്കുന്നുണ്ട്? 3 വർഷമായി. അമ്മാമ്മയുടെ വീടാണ്. അപ്പാപ്പന് ക്യാൻസറായിട്ട് മോളുടെ വീട്ടിലാണ് കിടക്കുന്നത്. അപ്പം ഇത് അമ്മാമ്മയുടെ വീടാണ്. 3 വർഷം ഇവിടെ താമസിക്കുന്നത്. ഇതേ അവസ്ഥയാണ്. മഴ താഴ്ന്ന് ചോരുകയും ചെയ്യുന്നുണ്ട്, ഇടിഞ്ഞും വീഴുന്നുണ്ട്. മക്കളെയും കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെയാണ് കിടക്കുന്നത്. ഇവിടെ മുൻവശത്ത് മാത്രമേ കിടക്കാൻ പറ്റത്തുള്ളൂ. അത് എങ്ങനെയൊക്കെ ഇടിഞ്ഞിടിഞ്ഞിരിക്കുന്നു. ഇവിടെ മൊത്തം ചോരും. അപ്പം മെത്തയൊക്കെ പൊക്കി വെച്ചാണ് മക്കളെ എങ്ങനെയെങ്കിലൊക്കെ കിടത്തുക. ഏറ്റവും കൂടുതൽ ഇവിടെ മഴ വരുമ്പോഴാണ് നിങ്ങളൊക്കെ വരേണ്ടത്. മൊത്തം കുളമായിട്ടൊക്കെയാണ് കിടക്കുന്നത്. സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് കളിക്കാം, അങ്ങനെയാണ് അവസ്ഥ. ഓരോ സമയം വരുമ്പോൾ വീട് മൊത്തം ഇടിഞ്ഞിടിഞ്ഞ് മൊത്തം അടുക്കള മൊത്തം ഇടിഞ്ഞാണ് ഇരിക്കുന്നത്. പാചകം ചെയ്തിരിക്കുമ്പോൾ മൊത്തം ഇടിഞ്ഞു വന്ന് വീഴും. ഇടിഞ്ഞു വീണിട്ടുണ്ട്. അടുക്കളയിൽ മൊത്തം ഇടിഞ്ഞാണ് ഇരിക്കുന്നുണ്ട്. വേറെ വീടിന് എഴുതി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും സംവിധാനം സർക്കാർ ഇല്ല. ഇത് അമ്മാമ്മയുടെ വീടല്ലേ, നമുക്ക് വേറെ വീടുണ്ട്. ഇത് അമ്മാമ്മയുടെ വീടാണ്. അപ്പം നമുക്ക് വീട് കെട്ടിയിരിക്കണേ. ഇത് അമ്മാമ്മയുടെ ക്യാൻസറായിട്ട് അപ്പം കിടക്കുക വീട്ടിൽ. 2 പേരും നല്ല വയസ്സെന്നതാണ്. ഒരാണ്ട് 90 വയസ്സായി, ഒരാണ്ട് 85 വയസ്സായി. 2 പേർക്കും ഒരു അമ്മാമ്മയ്ക്കാണെങ്കിൽ ഓർമ്മശക്തിയൊക്കെ കുറവാണ്. അപ്പോൾ ആ മക്കളുടെ വീട്ടിലാണ് കിടക്കണേ. അപ്പോൾ അവരെങ്ങനെയാണ് ഇവിടെ വന്ന് സുരക്ഷിതമായിട്ട് കിടക്കണേ? ഇതൊക്കെ വന്ന് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എന്തു ചെയ്യും?
തീർച്ചയായിട്ടും ഇത് ഒരു രണ്ടാമത്തെ കുടുംബം. ഇതുപോലെ 94 കുടുംബങ്ങൾ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് താമസിക്കുന്നത്. ഈ 94 കുടുംബങ്ങളിലെയും അവസ്ഥ ഇത് തന്നെയാണ്. അടിസ്ഥാന സൗകര്യം ഇല്ല എന്നതാണ്. ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യം ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ഈ വീടിനകത്ത് ഈ കോമ്പൗണ്ടിനകത്തുള്ള ഒരു വീടുകൾ പോലും സുരക്ഷിതമായിട്ടുള്ള വീടുകളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒന്നുമില്ലെങ്കിൽ കുടിവെള്ളമില്ല, അല്ലെങ്കിൽ ഈ ശൗചാലയത്തിൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ വീടിൻ്റെ കോൺക്രീറ്റ് പാളികൾ ഇളകി വീഴുന്നു. ഏത് സമയത്തും ഈ പാളികൾ ശരീരത്തിന് മുകളിലേക്ക് ഇളകി വീഴാമെന്നൊരു ഒരു അത്തരത്തിലൊരു ഭീതിയുമായിട്ട് കിടന്നുറങ്ങേണ്ട. അപ്പുറത്ത് കടലാണ്. ആ കടൽ ഏത് നിമിഷവും വലിയ രീതിയിലുള്ള കടലാക്രമണമായി മാറാൻ സാധിക്കും. പിന്നീടുള്ളത് ഈ ഭീതി, ഇത്തരത്തിലൊരു സ്വന്തം കിടപ്പാടെന്ന അല്ലെങ്കിൽ വീട് തന്നെ ഇടിഞ്ഞ് വീഴുമോ എന്നുള്ള ഭീതി. മറ്റൊരു ഭീതി എന്ന് പറഞ്ഞാൽ മഴ. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളാൽ മുറിവേറ്റപ്പെട്ട മനുഷ്യർ, പ്രകൃതി ദുരന്തങ്ങളാൽ വേദനിക്കപ്പെട്ട മനുഷ്യർ, ആ മനുഷ്യരെ ചേർത്ത് നിർത്താതെ, ആ മനുഷ്യരുടെ ആവശ്യങ്ങൾ കാണാതെ, ആ മനുഷ്യരെ തഴഞ്ഞുകൊണ്ട്, നേരത്തെ അമ്മ പറഞ്ഞ പോലെ ഇലക്ഷൻ സമയമാകുമ്പോൾ അമ്മ എന്ന് വിളിക്കാവുന്നവരെ ചേച്ചി എന്ന് വിളിക്കുകയും ചേച്ചി എന്ന് വിളിക്കുന്നവരെ കുമാരി എന്ന് വിളിക്കുകയും ചെയ്ത് അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി അവരുടെ വോട്ടുകൾ വാങ്ങിക്കൊണ്ട് പോകുക അല്ലാതെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെ തിങ്ങിപ്പാർത്ത് ദുരിത ജീവിതം അനുഭവിക്കുന്ന ജീവിതങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന് പറയുന്ന ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. അവരെ ചേർത്ത് പിടിക്കാതെ, അവരെ സംരക്ഷിക്കാതെ സർക്കാർ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, അല്ലെങ്കിൽ സർക്കാർ എന്ത് തരത്തിലുള്ള മേന്മയാണ് പറയുന്നതെന്ന് നമുക്ക് വളരെ ദയനീയമായിട്ട് ചിന്തിക്കേണ്ട അവസ്ഥയാണ്. അഞ്ചുതെങ്ങിലത് സർക്കാർ പ്രതിനിധികൾ ആരെങ്കിലും ഇത് അറിയുന്നുണ്ടെങ്കിൽ അവരത് നേരിട്ട് വന്ന് കണ്ട് വിലയിരുത്തിയാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. കാരണം ദുരിതമാണ് ഈ ജീവിതം. ഒന്നും രണ്ടുമല്ല, 92ഓളം വരുന്ന കുടുംബങ്ങളാണ് ഇത്തരത്തിലിവിടെ ഈ അഞ്ചുതെങ്ങ് സുനാമി കോളനി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്ത് തിങ്ങിപ്പാർക്കുന്നത്. അവരുടെ ജീവിതം സുരക്ഷിതമല്ല. അവരുടെ ജീവിതം ഏത് നിമിഷവും കടലാൽ ആക്രമിക്കപ്പെടാം. ഏത് നിമിഷവും അവരുടെ ശരീരത്തേക്ക് ഈ വീടുകൾ ഇടിഞ്ഞു വീഴാം. ഏത് നിമിഷവും ഒരു വലിയ ദുരന്തം സംഭവിക്കാം. ഇതൊരു ദുരന്തം സംഭവിക്കാതിരിക്കുക, സംഭവിച്ചതിന് ശേഷം പരിഹാരം കണ്ടിട്ട് കാര്യമില്ല. അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ സുനാമി കോളനിയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ദുരിത ജീവിതത്തിലാണ്. ആ വാർത്ത പുറത്തെത്തിച്ച ടിൻഡുവിനാദ്യം നന്ദി, അഭിനന്ദനങ്ങൾ. കാരണം ഇത്രയും കുടുംബങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പാട് അനുഭവിക്കുന്നുവെന്ന് നാട്ടുകാർ അറിയട്ടെ, സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് മനസ്സിലാക്കട്ടെ. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഒരമ്മ എത്ര കൃത്യമായാണ് പറഞ്ഞു വെച്ചത് എന്നോർക്കണം. ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കൂ സർക്കാരെ എന്ന് മാത്രമേ പറയാനുള്ളൂ. സർക്കാർ നൽകിയ വീടുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ച അവസ്ഥയിലാണ്. അറ്റകുറ്റപ്പണിക്കുള്ള തുക പോലും കൊടുക്കുന്നില്ല. അവർ പറയുന്നത് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ കാഴ്ചയായിരുന്നില്ല കാലവർഷം കനത്തു നിന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്തത്ര വലിയ ദുരിതത്തിലാണവർ. ഒന്ന് തിരിഞ്ഞു നോക്കൂ മന്ത്രി. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.